ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പം ദേ ഇവിടെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴൊന്നും വിചാരിച്ചില്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇന്നപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിർത്തി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ വർക്കിന് പോയി, വിച്ചു എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ വിച്ചുവിന് ഞാൻ ദേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവിടെ ഇരുത്തിക്കണം. അപ്പോൾ ഞാൻ ദേ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കേ. അപ്പോൾ ദേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് കുളി കഴിഞ്ഞിട്ട് എന്താ ചെയ്യണേന്ന് നോക്കാം. ഞാൻ സൺസ്ക്രീൻ ഇടും കേട്ടോ. അതിപ്പോൾ എന്താ പറയുക, പുറത്ത് പോകണില്ലെങ്കിലും വീട്ടിലാണെങ്കിലും ഞാൻ മുമ്പൊക്കെ കൂടുതൽ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ സൺസ്ക്രീം, ആ ഒരു ഒറ്റ ക്രീം മാത്രമാണ് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സൺസ്ക്രീം ഞാനത് ഇടും. അത് കഴിഞ്ഞ് ലൈറ്റായിട്ടൊന്ന് കണ്ണെഴുതി കൊടുക്കും. തിരികെ ജസ്റ്റ് ഇങ്ങനെ ഒരു വെറുതെ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണല്ലേ, അപ്പോൾ ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിക്കളയാം. അല്ലെങ്കിൽ കണ്ണെഴുതി പൊട്ടുകുത്തി എന്തായാലും ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഏട്ടൻ ചോദിക്കും ഇതെന്തെങ്കിലും ഇരിക്കാൻ. ആൾക്ക് എപ്പോഴും നല്ല ഒരുങ്ങി നല്ല സുന്ദരി പെണ്ണായിട്ടിരിക്കണത് ഇഷ്ടം. ഒരു പൊട്ട് കുത്തി കൊടുക്കാം. ഓക്കെ. കണ്ടോ, ലൈറ്റായിട്ട് കണ്ണെഴുതി പൊട്ടുകുത്തി ഇതൊക്കെ ഉള്ളു കേട്ടോ പരിപാടി. പിന്നെ നമുക്കൊന്ന് ശരി പോലും കൂടി ഇടാം. ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് വിച്ചുക്കുട്ടനെ പോയി നോക്കാം. അവന് ഞാനിവിടെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. അവൻ എന്തെടുക്കില്ല, നമുക്ക് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ വന്നപ്പോൾ വിച്ചുക്കുട്ടൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിച്ചു എന്താ പരിപാടി? ആ വിച്ചുക്കുട്ടൻ്റെ കുഞ്ഞു വണ്ടി കയറി വിച്ചുക്കുട്ടൻ പോവേണ്ട റൂമിലോട്ട്. അപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ടി വി വയ്ക്കും. ഇനി ടി വി കണ്ടിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ. കുക്കിംഗ് ഒക്കെ ഉണ്ട്. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണത് ഇപ്പോഴാണ്. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ലഞ്ചൊക്കെ വേഗം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ടി വി വെച്ചിട്ടാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ ഞാൻ ടി വി വെച്ചു. ന്യൂസ് ആണ് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് കോളിഫ്ലവർ ആണ് കറി വെക്കാൻ പോകുന്നത്. അപ്പം ഹലോ വിച്ചു, പല തിരിച്ചാണ് കേട്ടോ ടോയ് ഓടിക്കണേ. ഇങ്ങനെയല്ലേ ഓടിക്കണ്ടേ, തിരിഞ്ഞിരുന്നല്ലേ? ആ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അയൺമാന്റെ തല എവിടെ പോയി? സ്പൈഡർമാന്റെ കാര്യമില്ലേ? പിന്നെ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ.
ആ ഓക്കെ ഓക്കെ. പിന്നെ ഓക്കെ ദെൻ ഓ സ്പൈഡർമാൻ. ആ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ആരുണ്ടാക്കിയത്? വിച്ചു ആണോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. ആ ദേ വിച്ചുവിന്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കണോ? ദേ വിച്ചുവിന്റെ 2 വണ്ടിയാണ് ഇത്. ഓടിക്കാറുണ്ടോ വണ്ടി? ഇപ്പൊ ഓടിക്കണ്ട. അപ്പൊ ദേ വിച്ചുക്കുട്ടനുള്ള ചോറ് റെഡി ആയിട്ടോ. അപ്പൊ ദേ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ദേ ചോറ് കഴിക്കാൻ പോവാണ്. ചോറിന് ദേ ഇന്നലത്തെ സാമ്പാറുണ്ട്, കോളിഫ്ലവർ കറി വെച്ചത്, പപ്പടം, അച്ചാറ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറും കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ദേ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഏട്ടനുണ്ടായിരുന്നു, കുറച്ചേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോവുള്ളൂ. അപ്പോൾ ആള് ദേ വർക്കിന് ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഉറങ്ങാം. അപ്പോൾ വിച്ചുവിനെ ഞാൻ ദേ ഉറക്കാൻ പോവാണ്. ഇപ്പം ഇവിടെ സമയം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിച്ചുവിന് കുറച്ചേരം കിടത്തി ഉറക്കും. ഞാൻ ചിലപ്പോൾ ഉറങ്ങും. ഞാൻ ഈ ടൈമിലാണ് ഇപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ആവശ്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും എഡിറ്റിംഗ് ആയാലും എല്ലാം വീഡിയോ ഒക്കെ സെറ്റാക്കുന്നത്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ടൈമിലാണ് കേട്ടോ. കാരണം വിച്ചു ഉറങ്ങിക്കഴിഞ്ഞ് എനിക്ക് പണിയൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം ഇതാണ്. അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ എൻ്റെ കൂടുതൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഉറങ്ങും, ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ എന്തായാലും ഞാൻ വിച്ചുക്കുട്ടനെ കിടത്തി ഉറക്കട്ടെ കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്തത് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ. ഇങ്ങനെ വിച്ചുക്കുട്ടൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വിച്ചു എഴുന്നേറ്റ് മമ്മിയും വിച്ചും കൂടി കുറച്ചേരം കളിച്ചു അല്ലേ വിച്ചു? നമുക്കിനി തമ്പായി വെക്കാറായി. തമ്പായി വെക്കാൻ പോണ്ടേ? ചായ കുടിക്കണ്ടേ? എന്ത് പപ്പ വേണ്ടേ? അപ്പോൾ ഉറക്ക പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയി. മിച്ചുക്കുട്ടൻ ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യാൻ. അപ്പം ഞാൻ ആ പരിപാടിയിൽ ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി ഈവനിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാറ്. ചായ അടിച്ച് ടി വി വെക്കാണ്ട് കുറച്ച് നേരം ഇരിക്കും, കളിക്കും അവൻ്റെ കൂടെ ഇരുന്ന്. അപ്പോഴേക്കും ഏട്ടൻ വരും. അങ്ങനത്തെ പിന്നെ നൈറ്റിലത്തേക്കുള്ള ഫുഡിൻ്റെ എന്തെങ്കിലും കാര്യം അപ്പോഴാണ് നോക്കാം. അപ്പം ഇപ്പോൾ കുറച്ച് തുണികളുണ്ട്, ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട തുണി വിരിച്ചിടാറ് സ്റ്റാൻഡിലാണ്. ഇവിടെ പിന്നെ നല്ല ചൂടായതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ മോർണിംഗ് വിരിച്ചിട്ടാൽ ഈവനിങ് ആകുമ്പോഴേക്കും വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അടിച്ചു വാരി തുടച്ച് വിളക്ക് വയ്ക്കും. ഓക്കെ. ഇച്ചിക്കിട്ടാ തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കട്ടെ. അപ്പം ദേ ഞാനിപ്പോൾ തുടയ്ക്കൽ പരിപാടിയിലാണ് കേട്ടോ. അതെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വിച്ചുവിനെ കുട്ടപ്പനാക്കണ്ടാന്ന് ഞങ്ങളുടെ കയ്യും കാലൊക്കെ കഴുകി വന്നതാണ് കേട്ടോ. അപ്പൊ അതേപോലെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അതെല്ലാം മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പം എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ഒരു ഐസ് വാട്ടർ ആക്കും, എന്നിട്ട് പിന്നെ പുറത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അല്ലെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം പുറത്ത് വെച്ചാലും പെട്ടെന്ന് തണവ് പോകുമല്ലോ. അതാണ്ട് ഇച്ചിരി ഇങ്ങനെ ഐസ് വാട്ടർ ആക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ കൊണ്ട് നടക്കും. അങ്ങനെ വിളക്കൊക്കെ വെച്ച് വന്നിരുന്നപ്പോൾ
കഴിക്കും. ദേ ഏട്ടൻ എത്തിയിട്ട് ഇന്ന്. ആ ദേ വിച്ചുവിന് എന്നിട്ട് അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആ പൊട്ടിച്ചേരാം. അപ്പൊ വിച്ചുവിന് ഐസ്ക്രീം ഉച്ചയ്ക്ക് ഏട്ടൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോ തന്നെ അവൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങിക്കണം. അപ്പൊ ദേ ഇത് തേങ്ങ കണ്ടപ്പോ ഓടി എനിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പറയണേ ദേ മമ്മിക്ക് തേങ്ങാന്ന്. ഞാനവിടെ വിച്ചുവിന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ എന്തായാലും. രാത്രിയിലത്തേക്കുള്ള പണി തുടങ്ങിയിട്ടാ. കണ്ണിരിഞ്ഞിട്ട് വയ്യതേ, സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നൈറ്റ് ദോശയും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ എല്ലാവരും അരിഞ്ഞ് സെറ്റാക്കി ആക്കി കൊടുക്കുക. ഏട്ടനാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ കറിയാകുമ്പോൾ തന്നെ വേഗം ചൂടോടെ ദോശ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ്, എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതെ മുട്ടക്കറിയുടെ പ്രിപ്പറേഷൻ ഏട്ടൻ ഇവിടെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സവാളയൊക്കെ വാട്ടിക്കൊടുത്ത് ഇനി ജസ്റ്റ് മസാല ഇടാം, കാര്യങ്ങളൊക്കെ ഇടാം. അപ്പം മുട്ട പുഴുങ്ങാനിട്ടപ്പോൾ അതിനകത്ത് ഒരു മുട്ട വേവണേക്കാൾ മുമ്പ് തന്നെ പൊട്ടി. അപ്പം ഞാനത് മാറ്റി. അപ്പം ഏട്ടനത് പൊട്ടിച്ച് ഏട്ടനും വെച്ചും കൂടി കഴിക്കും. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ന്യൂസ്റ്റ്യൂ ഫീൽ വന്നു. പണ്ട് എൻ്റെ അച്ഛനെ മുട്ട ഇങ്ങനെ വാട്ടും. മുട്ട വാട്ടിയിട്ട് മൂൾഭാഗം ഇച്ചിരി ഓട്ടയാക്കിയിട്ട് ഹോളാക്കിയിട്ട് അത് കുടിക്കാൻ തരും. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത്. അച്ഛൻ ചിലപ്പോൾ എൻ്റെ വ്ളോഗ് കാണണ്ടാവും, മിക്കവാറും കാണും, വ്ളോഗൊക്കെ അച്ഛൻ കാണാറുണ്ടാവും. അപ്പം അച്ഛന് ഓർമ്മയുണ്ടോ എന്ന് ആലോചിച്ചൊക്കെ പണ്ട്. അപ്പം എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നു, ഏട്ടനും പിച്ചും കൂടി അതിരുന്ന് കഴിച്ചപ്പോൾ. അപ്പോൾ ബാക്കി പണികളിലോട്ട് നോക്കട്ടെ, ഞാൻ ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ മൂക്കൊക്കെ കഴുകി വന്നിട്ടുണ്ട്. കയ്യും കാലൊക്കെ അന്ന് കഴുകും ഉറങ്ങണേക്കാൾ മുമ്പ്. ഇനിയിപ്പതേ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടണം. അച്ഛനും മോനും ഇവിടെ തൊട്ടിയൊക്കെ കെട്ടണ്ട്. ഈശ്വര. വിച്ചു ഇങ്ങോട്ട് വന്നേ. വിച്ചു ഇപ്പൊ ഇവിടെ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, 9:30 ആവണുള്ളൂ. ഇപ്പോഴൊന്നും ഞങ്ങൾ ഉറങ്ങൂല, അതാണ് പ്രശ്നം. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു 11-12 മണിയൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് ഇപ്പതേ അച്ഛനും മോനും കളി ടൈമാണ്. അച്ഛൻ ദേ അവിടെ കൊച്ചിന് തൊട്ടില് കെട്ടണ്ട്. തൊട്ടില് കിടക്കാൻ പോണ കുഞ്ഞുവാവേ, ഇവിടെ വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ കുഞ്ഞുവാവേ. എന്താ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വൈൻഡപ്പ്. ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ ഇങ്ങനെ റൂമിലല്ലേ. പിന്നെ എന്തെങ്കിലും ഏട്ടൻ നേരത്തെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇപ്പൊ ചൂടായതുകൊണ്ടാണ് തൊട്ടും പോകാതെ. അല്ലെങ്കിൽ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പാർക്കിലൊക്കെ പോകുന്നതാണ്. അത്രയും ചൂടായതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാത്തതാണ്. അപ്പൊ ഇനിയിപ്പത്തേക്ക് അവിടെ കണ്ടില്ലേ, അവിടെ അച്ഛനും മോനും കൂടി ഭയങ്കര കളികളൊക്കെ നടക്കാൻ. ഹലോ ഗൈസ്, എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സൂത്രം കാണിച്ചുതരാം. നോക്കി, ഇത്രയും വലിയ ചെക്കനെ തൊട്ടി കെട്ടി ആട്ടി ഉറക്കിയാണ്. അവന് നല്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തൊട്ടിയെ കണ്ടപ്പോ കയറി കിടക്കാൻ. അപ്പൊ അവർക്ക് പേടി, ഉള്ളിലിങ്ങനെ ഇരുട്ടിങ്ങനെ കിടന്നപ്പോ തല കുറച്ചിങ്ങനെ ഇട്ട് എത്തി വരഞ്ഞ് നോക്കിയാണ് കിടക്കണത്. അപ്പൊ ഞാൻ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി കിടക്കാൻ പോവാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.